സർ, തെരഞ്ഞെടുപ്പൊക്കെയാണ്. പക്ഷേ ഇതിനിടയിൽ സാറിൻ്റെ ഒരു ഫേസ്ബുക്ക് സാർ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം നാളത്തെ ഒരു മുഖ്യമന്ത്രി ആകും എന്നുള്ള ഒരു കോട്ട്. ഇപ്പോൾ രാഹുലിൻ്റെ വിഷയം വന്നപ്പോൾ അത് വീണ്ടും ഈ പറഞ്ഞോണം സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിരിക്കുകയാണ്. ശരിക്കും അന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇന്നിനി നാളെ ഒരു മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുണ്ടോ രാഹുൽ? ഒരുപക്ഷെ ദിലീപിൻ്റെയൊക്കെ കേസ് നമുക്കറിയുന്നതിലെ ഈ പറഞ്ഞോണം ദിലീപിന് മോചനം കിട്ടി എന്നുള്ളൊരു വാർത്ത അറിഞ്ഞു. രാഹുലിൻ്റെ വിഷയം ഇപ്പം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നല്ലൊരു രാഷ്ട്രീയ നേതാവ് തന്നെ എന്ന് നമുക്ക് പറയാം, ശേഷം പറയാം. കാരണം ഒരുപക്ഷെ നല്ല കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കാനും ഒരുപക്ഷെ നല്ല ഡിബേറ്ററും ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടം. ഇനിയും ആ ഒരു പ്രതീക്ഷയുണ്ടോ? അതായത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചത് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ ശേഷം അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഒരിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അതായത് യഥാർത്ഥത്തിൽ അത് കള്ളക്കേസായിരുന്നു. ഈ സാധാരണഗതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും അല്ലെങ്കിൽ SFIയുടെ ഒക്കെ കാലത്ത് പ്രവർത്തിക്കുന്നവർ തമ്മിൽ ഞാനും ധാരാളം കേസിൽ പ്രതിയായിട്ടുണ്ട്. ഇത് കള്ളക്കേസ് കുടുക്കി ജാമ്യം കൊടുക്കാതെ ഭീകരമായ ചില വകുപ്പുകളൊക്കെ ചേർത്ത് ജയിലിലടച്ചു. തിരുവനന്തപുരം ജയിലിൽ പോയപ്പോൾ ഞാൻ പോയി കണ്ട ആളാണ്. തിരിച്ച് ജയിൽ മോചിതനായപ്പോഴത്തേക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകരണം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ആ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കവെയാണ് ഞാൻ ഇത് പറഞ്ഞത്. അതായത് രാഹുൽ മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ളതാണ്. അതിൻ്റെ പശ്ചാത്തലങ്ങളെ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു മമതാ ബാനർജി. ഞാനും മമതാ ബാനർജി ഒരുമിച്ചാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നാഷണൽ കൗൺസിൽ മെമ്പറായത്. അതേസമയം എൻ്റെ അടുത്ത ഞങ്ങൾ സെയിം പ്രായക്കാരുമാണ്. മമതാ ബാനർജി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ കൂടിയാണ് ബംഗാളിൽ ഒരു സൂര്യോദയം ഉണ്ടായത്. CPMൻ്റെ അന്ന് അതുവരെ ഉണ്ടായിരുന്ന ഒരു യുവശക്തി അവർക്കുണ്ടായിരുന്നു. അത് അട്ടിമറിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം നടത്താൻ മമതയ്ക്ക് കഴിഞ്ഞു. മമത ജ്യോതിബാസു ഗവൺമെൻറ്റിൻ്റെ കണ്ണിലെ കരടായി. മമതയ്ക്ക് ഭീകരമായ പോലീസ് ആക്രമണം കിട്ടി, എപ്പോഴും ജയിലിലായി. അപ്പോൾ മമതാ ബാനർജി പീഡനങ്ങളേറ്റ് CPMനോട് ഏറ്റുമുട്ടി ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോയതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന മമതാ ബാനർജിക്ക് ക്രമേണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയാവാൻ സാധിച്ചു. രണ്ടാമത് ഞാൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നപ്പോൾ വെളുത്തുള്ളി കായൽ സമരം നടന്ന് പോലീസ് പീഡനമേറ്റ ആളാണ് AK ആൻ്റണി. അദ്ദേഹവും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ധാരാളം പീഡനങ്ങൾക്കിരയായ ആളാണ്. ഉമ്മൻചാണ്ടി KSU പ്രസിഡന്റ് എന്ന നിലയിൽ ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചതാണ്. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പീഡനങ്ങൾ അവരുടെ രാഷ്ട്രീയ ക്രൂരതയ്ക്ക് വശംവദരാകുന്ന അവർ രണ്ടുപേരും മുഖ്യമന്ത്രിമാരായില്ലേ. അതുകൊണ്ട് ഇദ്ദേഹത്തെ മുഖ്യ ശത്രുവായി കാണുന്ന CPM ഒരു കാര്യം മനസ്സിലാക്കണം. നാളത്തെ ഭാവി മുഖ്യമന്ത്രിയായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് റിപ്പോർട്ടർ ചാനൽ അതിൻ്റെ കാർഡാക്കി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ഇതാക്കി. അതാണ് പ്രചരിച്ചത്. അന്ന് പ്രചരിച്ചില്ല. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് വന്നപ്പോഴാണ് അത് വ്യാപകമായി വന്നത്. പക്ഷേ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അന്ന് കാണുന്നത് വളരെ വാത്സല്യപൂർവ്വമാണ്. എന്നോട് വലിയ അടുപ്പമായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മുൻ പ്രവർത്തകൻ എന്ന നിലയിൽ KSUവിൻ്റെ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് പരിപാടികൾക്കെല്ലാം പിന്തുണയും ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം TV ചാനലുകളും ഒക്കെ നടത്തുന്ന ചില പാളിച്ചകൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ചില പാളിച്ചകൾ പിണറായിയെക്കുറിച്ച് പറഞ്ഞതിലും അതുപോലെ തന്നെ കല്യാണിക്കുട്ടിയമ്മയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറഞ്ഞത്, പത്മജ പോയ സമയത്ത് പറഞ്ഞതൊക്കെ അല്പം പക്വത ഉണ്ടെങ്കിൽ പോലും CPMൻ്റെ ആളുകളെ ശരിയായ അർത്ഥത്തിൽ വിമർശിക്കാനും കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിച്ച് പഠിച്ച് അവതരിപ്പിക്കാനും രാഹുലിനെ കഴിഞ്ഞിരുന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ രാഹുലിനെ കോൺഗ്രസിൻ്റെ മുതൽക്കൂട്ടായിട്ടാണ് കണ്ടത്. പക്ഷേ പൊടുന്നനവെയാണ് രാഹുലിനെതിരെയുള്ള ആരോപണം വന്നു. ഈ ആരോപണം വരുന്നതിന് മുമ്പ് തന്നെ ചിലർ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആരോപണം വരുമ്പോൾ അതിന് നിജസ്ഥിതി അറിയാൻ പറ്റുമോ? ആ നിജസ്ഥിതിയെക്കുറിച്ച് എന്നോടാരും പറഞ്ഞിട്ടില്ല. പക്ഷേ പാർട്ടി ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു ചാറ്റിനെ സംബന്ധിച്ച് വന്നതും ശബ്ദരേഖ വന്ന സാഹചര്യത്തിൽ രാഹുലിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചു. നടപടിയെടുക്കുന്ന സമയത്ത് ഞാൻ KPCC ഓഫീസിലുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങൾ പലർക്കും കിട്ടി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രശ്നമായി ഉയർന്നു വന്നാൽ അത് പാർട്ടിയെ ദോഷകരമായി ഭവിക്കും എന്ന് എല്ലാ നേതാക്കന്മാരും കൂട്ടായി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. നിയമസഭയിൽ അതൊരു പ്രശ്നമാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറി നിന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലും അദ്ദേഹം വന്നിട്ടും അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലാണ് പുതിയ പ്രശ്നങ്ങൾ വന്നത്.
പുതിയ പ്രശ്നങ്ങൾ വന്നത് അതുവരെ ഉണ്ടാവാത്ത പ്രശ്നങ്ങൾ പെട്ടെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിനെതിരെ വന്നത്. അപ്പോഴും പാർട്ടി നേതൃത്വം, ഞാൻ ഈ തീരുമാനമെടുക്കുന്ന ഏറ്റവും ഉയർന്ന രാഷ്ട്രീയകാര്യ സമിതി അംഗമാണെങ്കിലും ഏറ്റവും ഉയർന്ന ഒരു കോർ കമ്മിറ്റിയിൽ അംഗമല്ല, കോർ കമ്മിറ്റിയിലെ ആളുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിച്ചത്. അതിനെ സംബന്ധിച്ച് രണ്ടഭിപ്രായം സോഷ്യൽ മീഡിയയിലുണ്ട്, രണ്ടഭിപ്രായം പാർട്ടി പ്രവർത്തനത്തിലുണ്ട്. അതെന്തായിക്കോട്ടെ, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി പുറത്താക്കിയ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചാ വിഷയമായിട്ടില്ല. അത് മുമ്പ് ചർച്ചാ വിഷയമായിരുന്നു, അതിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിൽ വന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുപടി കയറേണ്ടുന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ സ്വയം കുഴിച്ച കുഴിയിൽ വീണു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു നീതിന്യായ കോടതിയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ടല്ലോ, നിയമവിരുദ്ധമായി എന്തെങ്കിലും തെറ്റുകൾ, കുറ്റങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ്. അതേസമയം സ്ത്രീപക്ഷത്ത് തന്നെയാണ് എൻ്റെ നിലപാട്, സ്ത്രീക്ക് എന്തെങ്കിലും. പക്ഷേ രണ്ട് പക്ഷം ഉള്ളപ്പോൾ തന്നെ രാഹുലിന് നീതിന്യായ കോടതിയുടെ മുമ്പിൽ പോകാനും ജാമ്യം എടുക്കാനുള്ള അവകാശമുണ്ടല്ലോ, ജാമ്യം കിട്ടുന്ന അവസരമൊന്നുമല്ലോ. അതുകൊണ്ട് കാലമാണ് തെളിയിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണോ അല്ലയോ എന്നത്. കാരണം ഞാൻ ഉദാഹരണം പറയാം, നമ്മുടെ നാട്ടിൽ ലൈംഗിക പീഡനത്തിൻ്റെ പേരിൽ ധാരാളം കേസുകൾ വന്നു. പി ടി ചാക്കോക്കെതിരുള്ളത് ആരോപണം വന്നപ്പോൾ തന്നെ അദ്ദേഹം രാജിവെച്ചു, അത് വേറെ വിഷയമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. കേസുകൾ വന്നു, നീരജ് ലോകദാസ് വന്നു, പി ജെ ജോസഫ്, എ കെ ശശീന്ദ്രൻ, എത്രയും മന്ത്രിമാർ, എത്രയും MLA മാർ, ഇപ്പോൾ തന്നെ 3 പേരുടെ പേരിൽ കേസുണ്ട്. പക്ഷേ ഇതുവരെ നടന്ന കേസുകളിൽ വിചാരണ ചെയ്യപ്പെട്ടതുകൊണ്ട് ആരെയും ശിക്ഷിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും കുറ്റവിമുക്തരായെന്നോ അല്ലെങ്കിൽ ഇവർ കുറ്റവാളി അല്ലെന്നല്ല അർത്ഥം. ശിക്ഷിച്ചിട്ടില്ല, കാരണം ശിക്ഷിക്കപ്പെടാനുള്ള തെളിവുകളുണ്ടായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്നതായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് ഞാൻ പ്രാപ്തനല്ല, ഞാനൊരു നിയമ പണ്ഡിതനുമല്ല, അതുകൊണ്ട് ഞാൻ പറയാൻ തയ്യാറില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായി LDF ഉയർത്തിക്കൊണ്ടുവന്നത് രാഹുൽ മാങ്കൂട്ട വിഷയം. എവിടെ ചെന്നാൽ രാഹുൽ രാഹുൽ എന്നായിരുന്നു പറഞ്ഞത്. അത് അവർക്ക് വിഷയദാരിദ്ര്യം കൊണ്ടാണ്. ഗവൺമെൻറ് ഓരോ വിഷയത്തിലും പ്രതിരോധത്തിൽ വരികയും ഗവൺമെൻറ്റിനെതിരെ ഓരോ ദിവസവും കൂരമ്പുകൾ ഇങ്ങനെ വന്ന് തറയ്ക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പറയാൻ നിൽക്കക്കല്ലില്ലാതെ വന്ന അവസ്ഥ വന്നപ്പോൾ അവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരു മുഖ്യ വിഷയമാക്കേണ്ട അവരുടെ ആവശ്യമാണ്. അത് പക്ഷേ അവരുടെ ലക്ഷ്യം പാളിപ്പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുവേദികളിൽ മറ്റോ ചർച്ചാ വിഷയമായിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് വിഷയമായില്ല. ഞാൻ തന്നെ തിരുവനന്തപുരത്ത് പല വീടുകളിലും കയറി ചെന്നപ്പോൾ ആളുകളോട് ചോദിച്ചപ്പോൾ അവരൊന്നും ഈ വിഷയത്തെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. കാരണം അത് മാധ്യമങ്ങൾക്കുള്ളിൽ വന്ന മാധ്യമങ്ങളിൽ തന്നെ പോയൊരു വിഷയമാണ്. അതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട കേസ് ഒരു വിഷയമായിട്ടില്ല. വിഷയമാകാത്തത് കൊണ്ടോ അല്ല ആയില്ല എന്നുള്ളതല്ലല്ലോ പ്രശ്നം. എന്തായിരുന്നാലും അത് സംബന്ധിച്ച് അത് ഉയർത്തിക്കൊണ്ടുവരാൻ LDF നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നതാണ് സത്യം. ഇപ്പോൾ ഞാൻ ആദ്യം കണക്ട് ചെയ്ത് തന്നെ പറയുന്നില്ല, ദിലീപിന്റെ കേസിന്റെ ഇത് വിധി വന്നു. ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. 8 വർഷത്തെ നീണ്ട യുദ്ധമാണ്. ഒരു പക്ഷേ അതിൽ ദിലീപ് തെറ്റുകാരനാണോ അല്ലേ, എന്തായാലും കോടതിയാണ് നമ്മൾ മാനിക്കേണ്ടുന്നത്. ഇതുപോലെ തന്നെ മാധ്യമ വിചാരണയാണ് ദിലീപിന്റെ കേസിലും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള മാധ്യമ വിചാരണ. ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രം പരിശോധിച്ചാൽ എത്രയോ MLA-മാരും മന്ത്രിമാരും ഇത്തരത്തിലുള്ള പെണ്ണ് കേസിൽ പെട്ടുകിടക്കുന്നുണ്ട്. ഇപ്പോഴും ആരോപണ വിധേയരാണ്, ഈ കോടതി കയറി ഇറങ്ങുന്നവരാണ്. ഈ പറയുന്ന ഒന്നും തന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേ വലിയൊരു മാധ്യമ വിചാരണയാണ്. അന്നൊന്നും സോഷ്യൽ മീഡിയ ഒന്നും ഇത്രത്തോളം ഇല്ലായിരിക്കാം, പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അടക്കം ഒരു പ്രഭാവം ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്രയധികം ഈ ഒരു കേസ്, ഈ ഒരു ആരോപണം വലിയ രീതിയിൽ ഒരു വിമർശനത്തിലേക്കും അല്ലെങ്കിൽ രാഹുലിലേക്ക് തന്നെ വലിയൊരു ഫോക്കസിലേക്ക് പോയത്. ഇതിപ്പോൾ ഏതായാലും രാഹുലിന്റെ അവസാനത്തെ പോസ്റ്റ് പോലും നിയമത്തിന്റെ മുന്നിൽ ഞാൻ കുറ്റക്കാരനല്ല, ഞാൻ കുറ്റവിമുക്തനായിട്ട് വരും എന്നുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന് നമുക്ക് ആ ഓഡിയോ ക്ലിപ്പുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ പറഞ്ഞോണം പെൺകുട്ടി വിവാഹിതയാണ്, രണ്ടാമത് വീണ്ടും ഒരു ആരോപണം ബലാത്സംഗം എന്ന് പറയുന്നു. അത് അറിയില്ല എന്നുള്ള തരത്തിലാണ് രാഹുലിന്റെ പക്ഷം. ഏതായാലും നീതി അല്ലെങ്കിൽ കോടതി നമുക്ക് രണ്ടുപേർക്കും അറിയില്ല, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇത്രത്തോളം മാധ്യമ വിചാരണയല്ലേ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളിലും. മാധ്യമങ്ങൾ ഒരു തരത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരു PR വർക്ക് ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങളെ സംബന്ധിച്ചോളം പഴയ അവസ്ഥയല്ല. എല്ലാ ആളുകളും മാധ്യമങ്ങളും എല്ലാം നിലനിൽക്കാൻ വേണ്ടി പൊരുതുകയാണ്. കാരണം ഈ ആദ്യം ടാം റേറ്റ്, ബാർക്ക് റേറ്റ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. റേറ്റിംഗ് കൂട്ടാനുള്ള ശ്രമത്തിലാണ്. റേറ്റിംഗ് കൂട്ടിയാലേ പരസ്യം കിട്ടും.
അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ അത് വരണമെങ്കിൽ തന്നെ അതിന് ഈ ഒരു വൈകാരികമായ വിഷയങ്ങൾ അവതരിപ്പിക്കണം. അത്തരം ഒരു മത്സരത്തിൻ്റെ പ്രകാരം മാധ്യമങ്ങൾ പോകുന്നതുകൊണ്ട് മാധ്യമങ്ങളുടെ റേറ്റിംഗ് കൂട്ടാമെന്നല്ലാതെ അത് ആദ്യകാലങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. മാധ്യമങ്ങൾ പറയുന്നതിനെ ഒരു നല്ല ശതമാനം ആളുകൾ വിശ്വസിച്ചിരുന്നു. ഇന്ന് ഒരു മാധ്യമത്തിനും വിശ്വസനീയതയില്ല. ഒരു മാധ്യമം ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇന്നതാണ് പറയാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ ചർച്ചകൾക്കാണ് ഞാനും ഒരു കാലത്ത് ദീർഘമായ ചർച്ചകൾക്ക് പോയിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ചർച്ചയ്ക്ക് പോകുന്ന ആളുകളെ തെരുവ് ഗുണ്ടയായിട്ടാണ് കാണുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക, തെരുവിളിക്കുക. അപ്പം ഒരു രാഷ്ട്രീയ മലിനീകരണമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചാനൽ മലിനീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വസ്തുനിഷ്ഠമായ അഭിപ്രായം പറയാൻ ഇപ്പോൾ ആർക്കും കഴിയാത്ത അവസ്ഥയാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് മാധ്യമ മുമ്പിൽ പോയേ പറ്റൂ. കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, മാധ്യമങ്ങൾക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഏതാണ് സത്യസന്ധത എന്ന് ജനങ്ങൾക്ക് അറിയാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ് കേരളം നിൽക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടം ഒരു പക്ഷേ CPM-നകത്ത് ഇപ്പം മുകേഷ് അടക്കമുള്ളവര് ഇപ്പോഴും ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം വിധേയരാണ്. ഇപ്പോഴും അവർ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അളവുകോലൊക്കെ പറയുന്ന തീവ്രതയൊക്കെ പറയുന്ന മെഷീൻ്റെ ഒക്കെ കാര്യങ്ങളും ഈ പറയുന്ന പാർട്ടിക്കകത്ത് പറയും. പക്ഷെ അവർ അപ്പോഴും ഇപ്പോൾ ശബരിമല വിഷയത്തിൽ പത്മകുമാർ അടക്കമുള്ള വാസുവിനെ അടക്കമുള്ളവരെ ഇപ്പോഴും CPM സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിലിനകത്തായിട്ട് പോലും അവരുടെ അടുത്ത് ഒരു ഇതിന് പോലും ചോദിക്കുന്നില്ല. അല്ലെങ്കിൽ അവർക്കൊരു സസ്പെൻഷൻ ആവട്ടെ, അല്ലെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് എന്നാൽ അവർ വലിയ പ്രാധാന്യമുള്ള വ്യക്തി അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് MLA അങ്ങനെയുള്ള ഒരു വലിയ സ്ഥാനമാനങ്ങളുള്ള വ്യക്തി അല്ലെങ്കിൽ പോലും പാർട്ടിയിലെ നിലവിലുള്ള കമ്മിറ്റി അംഗങ്ങളാണ്. അതിനകത്ത് പോലും CPM ആണ് വ്യതിചലിക്കാതെ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഇത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യം മുതലേ പാർട്ടി തള്ളിക്കളയുന്നു എന്നുള്ള രീതി നമുക്ക് കാണുന്നുണ്ട്. വിഷയം വന്നപ്പം തന്നെ സ്ഥാനമാനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ പറയുന്നോണം എടുത്ത് ഡിസ്മിസൽ എന്നുള്ള ഒരു പദവി കാര്യത്തിലേക്ക് തന്നെ കോൺഗ്രസ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലർ പറയും രാഹുൽ മാങ്കൂട്ട CPM-ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതൊന്നും രാഹുലിന് നേരിടേണ്ടി വരത്തില്ലായിരുന്നു, CPM ചേർത്ത് പിടിച്ചേനെ എന്നുള്ളത് ശരിക്കും ഒന്നുകൂടി ആലോചിച്ചെടുക്കേണ്ടുന്ന തീരുമാനമാണ്. കാരണം ഇതിപ്പോൾ കേസ് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഹൈക്കോടതി പോലും പറഞ്ഞത് ഒരാളുടെ ഭാഗം മാത്രമല്ല, മറ്റേത് രാഹുൽ അത് അംഗീകരിച്ചു കഴിഞ്ഞു. കാരണം ഉഭയസമ്മതപ്രകാരം ഇപ്പോൾ ഒരു വ്യക്തിക്ക് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടമാണല്ലോ. അത് രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറം വ്യക്തിബന്ധങ്ങൾ എന്ന് പറയുന്ന ഇഷ്ടമാണല്ലോ. അപ്പോൾ അവിടെ രണ്ടുപേരുടെയും തീരുമാനപ്രകാരം എന്ന് രാഹുൽ പറഞ്ഞെടുത്ത് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇനി അത് രണ്ടുപേരുടെയും ഇത് കേട്ടതിന് ശേഷമാകാം അറസ്റ്റ് എന്നുള്ള തരത്തിൽ ഇത് കോൺഗ്രസ് പാർട്ടി തന്നെ ഇത് എടുത്തടിച്ച് ചേർന്നാൽ എടുത്തുചാട്ടത്തിൽ പെട്ടെന്നുള്ള തീരുമാനമെല്ലാം എടുത്തോ? അത് കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണോ ശരി? അതേക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനാളല്ല. കാരണം KPCC ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തന എന്ന നിലയിൽ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. KPCC എടുക്കുന്ന നിലപാടും CPM എടുക്കുന്ന നിലപാടും രണ്ടാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു വികാരം വരുമ്പോൾ ആ വികാരങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ പോകുന്ന ഒരു പാർട്ടിയാണ്. CPM അങ്ങനെയല്ല. CPM പലതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ലൈംഗിക ആക്ഷേപങ്ങൾ വന്നിട്ടുള്ള CPM നേതാക്കൾക്കെതിരെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കൊണ്ട് പാർട്ടി കമ്മിറ്റിയും പാർട്ടി കോടതിയൊക്കെ കൂടിക്കഴിഞ്ഞ് അവസാനം അത് തേച്ചുമാറ്റി കളയുകയാണ് പതിവ്. പിന്നെ ആർക്കെങ്കിലും നേതാക്കന്മാർക്ക് ശത്രുതയുള്ളവരെ മാത്രമേ അവർ ശിക്ഷിക്കപ്പെടാറുള്ളൂ. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ആളുകൾ തന്നെ എന്നെ കുറച്ച് നാൾ തരം താഴ്ത്തു എന്നോ എന്നൊക്കെ പറഞ്ഞ ശേഷം അവർ തിരിച്ച് കൂടുതൽ ശക്തിയായി അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട്. അപ്പോൾ CPM എടുത്തിരിക്കുന്ന നിലപാട് എപ്പോഴും ആ പാർട്ടി കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് എപ്പോഴും. അത് ലൈംഗിക കുറ്റവാളികളായാലും സാമ്പത്തിക കുറ്റവാളികളായാലും അവർ വലിയ അച്ചടക്കമുള്ള പാർട്ടിയാണെന്ന് പുറമേ കാണിക്കുകയും അതേസമയം എല്ലാ അച്ചടക്ക രാജ്യത്തിനും കൂട്ടി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണെന്നുള്ളത് കഴിഞ്ഞ കുറേ ആളുകളായിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എപ്പോഴും വ്യക്തിപരമായി ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് എപ്പോഴും കൊടുത്തിട്ടുള്ളത്. പലപ്പോഴും ലൈംഗിക ആക്ഷേപങ്ങൾ പലർക്കും ഉയർത്തിയിട്ടുള്ളത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അത് മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കുറെ കഴിയുമ്പോഴത്തേക്കൊണ്ട് അതൊന്നും അറിയില്ല വരുന്നത്. ഇപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂവിൽ തന്നെ അഭിപ്രായം പറഞ്ഞ പല ആളുകൾക്കെതിരെ എന്തെല്ലാം ആശയം വന്നിരിക്കുന്നു, എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതൊന്നും പാർട്ടിയുടെ മുമ്പിൽ ഒരു പരിഗണിക്കപ്പെടുകയോ ശിക്ഷാർഹമായ കാര്യമായി കാണുകയോ ചെയ്തിട്ടില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് ഇപ്പോൾ പാർട്ടി സ്വീകരിച്ചിരുന്നെങ്കിലും നാളെ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. CPM ഒരു ആയുധമാക്കി. CPM പോലും ഇനി അത് 2 ആഴ്ച കഴിയുമ്പോൾ പറയുമെന്ന് സംശയമുണ്ട്. അപ്പോൾ ഏത് സമൂഹമായാലും ഇപ്പം സദാചാരത്തെ സംബന്ധിച്ചുള്ള പഴയ സങ്കല്പങ്ങൾ മാറി.
അല്ല, നമുക്കിപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയും, ഇപ്പം ശബരിമല വിഷയത്തിൽ 2 വ്യക്തികൾ ഇന്നും CPM-ന്റെ പാർട്ടി നേതാക്കൾ ജയിലിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ അതാണ് ഒരുപക്ഷെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്നത്. ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ സ്വകാര്യതയിൽ നിറഞ്ഞ വിഷയം, പക്ഷെ അത് പൊതുമധ്യത്തിലേക്ക് വരുന്നത് അദ്ദേഹം ഒരു MLA ആയതുകൊണ്ടാണ്. ഇത് രണ്ട് മറ്റേത് പൊതുമുതൽ കട്ടുമുടിച്ച 2 വ്യക്തികളകത്ത് കിടക്കുകയാണ്. അതാണ് ജനത്തിന് ഏറ്റവും പ്രാധാന്യം. അതാണല്ലോ സത്യം. സ്വർണ്ണക്കൊള്ള ഒരു വലിയ പ്രശ്നമായി മാറുകയും കേരളത്തിലെ വിശ്വാസ സമൂഹം അതിനകത്ത് വികാരഭരിതരാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയമായി സ്വർണ്ണക്കൊള്ള വന്നപ്പോൾ അതിനെ മൂടാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ കോൺഗ്രസ് എടുത്ത ഒരു നിലപാട് കൊണ്ട് ശബരിമല പ്രശ്നം പിന്നെ വീണ്ടും പൊങ്ങുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നം പുറകോട്ട് പോവുകയും ചെയ്തു. അത് കോൺഗ്രസ് എടുത്ത നിലപാടുകൊണ്ടാണ് പുറകോട്ട് വന്നത്. പക്ഷേ ആ തന്ത്രം വിജയിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രശ്നം വലുതാക്കി കൊണ്ടുവന്ന് ശബരിമല പ്രശ്നത്തെ തമസ്കരിക്കാൻ വേണ്ടിയുള്ള തന്ത്രം ഇവിടെ പരാജയപ്പെട്ടു എന്ന സത്യം. രാഷ്ട്രീയ പാർട്ടികൾക്ക് രണ്ട് ആശയങ്ങൾ കാണുമായിരിക്കും. പക്ഷെ പൊതുമധ്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ പാർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നതൊക്കെ ഒരു ഏകമായിട്ടായിരിക്കും തോന്നുന്നത്. അപ്പോൾ ഒരു MLA-യുടെ തീവ്രത കുറവ്, അല്ലെങ്കിൽ വിഷയം വന്നു കഴിഞ്ഞാൽ എല്ലാം തീവ്രതയും ഒരേപോലെയാണ്, തുല്യമാണ്, അതിന്റെ തീവ്രത അളക്കാനൊന്നും പറ്റില്ല എങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിന് കുഴപ്പമില്ല, താങ്ങാം, മറ്റേ പാർട്ടിയുടെ നേതാവിന് പുറന്തള്ളണം എന്നുള്ള ഒരു സമൂഹ മധ്യത്തിൽ ഒരു ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. കാരണം പാർട്ടിയുടെ നേതാക്കൾ, ഒരു പാർട്ടിയിലെ ഒരു നേതാവല്ല, 2-3 പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ഇന്നും ആ പാർട്ടിയിലുണ്ട്. അപ്പൊ അവരുടെ തീവ്രത കുറഞ്ഞതുകൊണ്ട് അവർക്ക് ആ പാർട്ടിയിൽ തുടരാം, 2 ആശയങ്ങളാണ് എന്നൊക്കെ കോൺഗ്രസിന് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ അതും ഒരു കണക്കിന് ജനം ചോദിക്കുന്നത് ശരിയല്ലേ? ലൈംഗികതയുടെ തീവ്രതയും അതിതീവ്രതയും എന്താണെന്നുള്ളത് എങ്ങനെ അളക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ അവിടെ അത് സംബന്ധിച്ച് CPM ചില നിലപാടെടുക്കുമ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നമ്മുടെ സമൂഹത്തിൻ്റെ സദാചാരം, നമ്മുടെ നാട്ടിലൊരു സദാചാര സംഹിത കുറേ ആളുകളുണ്ട്. അത് മതങ്ങളുണ്ടാക്കിയാണ്. ക്രൈസ്തവ മതമാണ് ഏറ്റവും ഖണ്ഡിതമായി പറയുന്നത്. ദൈവം കൂട്ടിച്ചേർത്തത് വേർതിരിക്കാൻ പറ്റില്ല. വിവാഹമോചനം പോലും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ എങ്ങനെയാണ് വിവാഹമോചനം വളരെ വ്യാപകമായി. അപ്പോൾ ലൈംഗികതയെക്കുറിച്ചുള്ള ഒരു സങ്കല്പം തെറ്റി. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം ഗർഭനിരോധന ഗുളിക എന്നുള്ള സത്യം. അപ്പോൾ ആ ഗർഭനിരോധന ഗുളിക വന്നതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന ലൈംഗികതയെക്കുറിച്ചുള്ള സങ്കല്പം മാറി. അപ്പം പണ്ട് ലൈംഗികതയെ സംബന്ധിച്ചുണ്ടായിരുന്ന ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന പോലും ഒരു വലിയ പ്രശ്നമാണ്. കാരണം പെൺകുട്ടികൾ നാണം കുടിക്കാനാണ്. മാത്രമല്ല അവരങ്ങനെ അധികം ഇടപെടില്ല. ഇന്ന് കാലം മാറി, ടെക്നോളജിയുടെ കാലം മാറി. ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നതോടുകൂടി ചാറ്റിങ് അങ്ങനെയൊക്കെ വന്നു. ലോകം മുഴുവൻ ഡേറ്റിംഗ് ഒരു സമ്പ്രദായം. ഇന്ന് പെൺകുട്ടികളോട് ആൺകുട്ടികളോട് ചോദിക്കുക വിവാഹത്തെ വരുന്നില്ല. ഡേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈംഗിക അനുഭവങ്ങൾ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് ലിവിങ് ടുഗദർ, വിവാഹമില്ല, ഒരുമിച്ച് താമസിക്കുന്നു. ഇതിനിടെ അടിപിടി ഉണ്ടാവുന്നു ഇല്ലയോ എന്നുള്ളതൊന്നും നിയമപ്രശ്നമാണെങ്കിൽ അത് പുറത്തറിയുന്നുള്ളൂ. വിവാഹമെന്ന് പറയുന്നത് ഉണ്ടായാൽ തന്നെയും വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഉണ്ടാകുന്ന സംഭവമാണ് ഇപ്പോൾ വിവാഹമോചനം. വിവാഹത്തിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് വിവാഹമോചനം പറഞ്ഞു. അപ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട സ്ത്രീപുരുഷ ബന്ധങ്ങളെ സംബന്ധിച്ച് ശൈഥില്യമാണോ നല്ലതാണെന്നോ കാലമാണ് തെളിയിക്കേണ്ടതെങ്കിൽ പോലും പഴയ ഒരു സദാചാര ബോധത്തിൽ മൂല്യത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ തലമുറ കാണുന്നത് പഴയ തലമുറ കാണുന്ന പോലെയല്ല. ഇപ്പം ഞാൻ 20 വയസ്സുള്ള ആളാണ്. ഞാൻ കാണുന്ന പോലെയല്ല ഇപ്പോഴത്തെ 17-കാർ കാണുന്നത്, അല്ലെങ്കിൽ 20-കാർ കാണുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ തന്നെ ഞാൻ പലപ്പോഴും പലരോട് സംസാരിച്ചപ്പോൾ ചെറുപ്പക്കാർ രാഹുലിൻ്റെ കൂടെയാണ്. അതേസമയം ഒരു പ്രായം ചെന്ന ആളുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ അത് തലമുറ എന്ന് വെച്ച് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിയമപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് ഇന്ത്യൻ പീനൽ കോഡുണ്ട്, വ്യവസ്ഥാപിതമായ നിയമസംഹിതയുണ്ട്. ആ നിയമസംഹിത അനുസരിച്ച് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത്തരത്തിലപ്പുറം നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.